നമസ്കാരം. അനവധി തൊഴിലവസരങ്ങളും നിരവധി മേഖലകളുമാണ് ഈ ആഴ്ചയിൽ നിങ്ങളെയും കാത്തിരിക്കുന്നത്. അവയിൽ പ്രധാനപ്പെട്ട തൊഴിലവസരങ്ങളുടെ വിശദാംശങ്ങളുമായി എംപ്ലോയ്മെന്റ് ന്യൂസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. വിവിധ കേന്ദ്ര സേനകളിൽ കോൺസ്റ്റബിൾ, റൈഫിൾമാൻ, ജനറൽ ഡ്യൂട്ടി തസ്തികകളിലേക്ക് നിയമനത്തിനായി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. ആകെ 26,146 ഒഴിവുകളാണ് നിലവിലുള്ളത്. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്, സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ്, സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ്, സശസ്ത്ര സീമാ ബൽ, ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ്, അസം റൈഫിൾസ്, സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി ഫോഴ്സ് എന്നീ സേനകളിൽ അവസരം. എല്ലാ സേനാ വിഭാഗങ്ങളിലേക്കും വനിതകൾക്കും അപേക്ഷിക്കാവുന്നതാണ്. യോഗ്യത 10ാം ക്ലാസ് വിജയം. കൂടാതെ ഉദ്യോഗാർത്ഥികൾക്ക് മികച്ച ശാരീരിക ക്ഷമത ഉണ്ടായിരിക്കണം. 21,700 മുതൽ 69,100 രൂപയാണ് ശമ്പള സ്കെയിൽ. പ്രായം 18-നും 23-നും ഇടയിൽ. SC/ST വിഭാഗത്തിൽപ്പെട്ടവർ, OBC വിഭാഗക്കാർ, വിമുക്ത ഭടന്മാർ എന്നിവർക്ക് നിയമാനുസൃത വയസ്സിളവ് ലഭിക്കുന്നതാണ്. അപേക്ഷാ ഫീസ് 100 രൂപ. വനിതകൾ, SC/ST വിഭാഗത്തിൽപ്പെട്ടവർ, വിമുക്ത ഭടന്മാർ എന്നിവർക്ക് ഫീസില്ല. കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ, ശാരീരിക ശേഷി പരിശോധന, കായികക്ഷമതാ പരീക്ഷ, മെഡിക്കൽ പരിശോധന, സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ്. ഒബ്ജക്റ്റീവ് മാതൃകയിലുള്ള പരീക്ഷയിൽ മലയാളത്തിലും ചോദ്യങ്ങൾ ലഭിക്കും. കേരളത്തിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കും. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2023 ഡിസംബർ 31. വിശദവിവരങ്ങൾക്ക് ssc.nic.in എന്ന വെബ്സൈറ്റ് പരിശോധിക്കുക. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇന്റലിജൻസ് ബ്യൂറോയിൽ അസിസ്റ്റന്റ് സെൻട്രൽ ഇന്റലിജൻസ് ഓഫീസർ ഗ്രേഡ് 2 എക്സിക്യൂട്ടീവ് തസ്തികയിൽ നിയമനത്തിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. ആകെ 995 ഒഴിവുകളാണ് നിലവിലുള്ളത്. ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്ക് അപേക്ഷിക്കുവാനാകില്ല. ബിരുദമാണ് വിദ്യാഭ്യാസ യോഗ്യത. കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. പ്രായം 18-നും 27-നും ഇടയിൽ. SC/ST വിഭാഗക്കാർ, OBC വിഭാഗത്തിൽപ്പെട്ടവർ, വിധവകൾ, പുനർവിവാഹിതരാകാത്ത വിവാഹമോചിതകൾ, വിമുക്ത ഭടന്മാർ, കായിക താരങ്ങൾ എന്നിവർക്ക് നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കും. ശമ്പളം 44,900 മുതൽ 1,42,400 രൂപ വരെ. പ്രോസസ്സിംഗ് ഫീസ് 450 രൂപയാണ്. ഇത് എല്ലാ ഉദ്യോഗാർത്ഥികളും അടയ്ക്കണം. ജനറൽ, EWS, OBC വിഭാഗത്തിൽപ്പെടുന്ന പുരുഷന്മാരായ ഉദ്യോഗാർത്ഥികൾ പ്രോസസ്സിംഗ് ഫീസായ 450 രൂപയും പരീക്ഷാ ഫീസായ 100 രൂപയും ചേർത്ത് 550 രൂപയാണ് അടയ്ക്കേണ്ടത്. എഴുത്തുപരീക്ഷ, ഇൻ്റർവ്യൂ എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് തിരഞ്ഞെടുപ്പ്. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 2023 ഡിസംബർ 15. www.mha.gov.in അല്ലെങ്കിൽ www.ncs.gov.in എന്നീ വെബ്സൈറ്റുകളിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നതാണ്. ഇന്ത്യൻ നേവിയുടെ വിശാഖപട്ടണം നേവൽ ഡോക്ക് യാർഡ് അപ്രന്റീസ് സ്കൂളിൽ ഇലക്ട്രോണിക്സ് മെക്കാനിക്, ഫിറ്റർ, ഷീറ്റ് മെറ്റൽ വർക്കർ, കാർപ്പൻ്റർ, മെക്കാനിക് ഡീസൽ, പൈപ്പ് ഫിറ്റർ, ഇലക്ട്രീഷ്യൻ, പെയിൻറ്റർ ജനറൽ, റെഫ്രിജറേഷൻ ആൻഡ് AC മെക്കാനിക്, വെൽഡർ, ഗ്യാസ് ആൻഡ് ഇലക്ട്രിക്, മെഷീനിസ്റ്റ്, ഇൻസ്ട്രുമെൻറ്റ് മെക്കാനിക്, മെക്കാനിക് മെഷീൻ ടൂൾ മെയിൻ്റനൻസ്, ഫൗണ്ടറി മാൻ ട്രേഡുകളിൽ അപ്രന്റീസ്ഷിപ്പിന് ഇപ്പോൾ അപേക്ഷിക്കാം. 275 ഒഴിവുകളാണ് നിലവിലുള്ളത്. യോഗ്യത 10ാം ക്ലാസ്സിൽ 50% മാർക്കോടെ വിജയിച്ചിരിക്കണം. കൂടാതെ ബന്ധപ്പെട്ട ട്രേഡിൽ 65% മാർക്കോടെ ITI പാസ്സായിരിക്കണം. അപേക്ഷകർ 2010 മെയ് 2-നോ അതിനു മുൻപോ ജനിച്ചവരായിരിക്കണം. 7,700 രൂപയാണ് സ്റ്റൈപ്പൻഡ്. 1 വർഷമാണ് പരിശീലന കാലാവധി. എഴുത്തുപരീക്ഷ, അഭിമുഖം, വൈദ്യപരിശോധന എന്നിവയിലൂടെയാണ് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 2024 ജനുവരി 1.
വിജ്ഞാപനത്തിൻ്റെ വിശദാംശങ്ങൾക്കായി indiannavy.nic.in എന്ന വെബ്സൈറ്റ് പരിശോധിക്കുക. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അഹമ്മദാബാദ്, അമരാവതി, ബംഗളൂരു, ഭോപ്പാൽ, ഭുവനേശ്വർ, ചണ്ഡീഗഡ്, ചെന്നൈ, നോർത്ത് ഈസ്റ്റേൺ, ഹൈദരാബാദ്, ജയ്പൂർ, ലക്നൗ, കൊൽക്കത്ത, മഹാരാഷ്ട്ര, മുംബൈ മെട്രോ, ന്യൂഡൽഹി, തിരുവനന്തപുരം എന്നീ സർക്കിളുകൾക്ക് കീഴിൽ സർക്കിൾ ബേസ്ഡ് ഓഫീസർ തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. 5447 ഒഴിവുകളാണ് നിലവിലുള്ളത്. യോഗ്യത: ഏതെങ്കിലും വിഷയത്തിൽ നേടിയ ബിരുദം. മറ്റ് പ്രൊഫഷണൽ യോഗ്യത ഉള്ളവർക്കും അപേക്ഷിക്കുവാനാകും. ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കിലോ റീജിയണൽ റൂറൽ ബാങ്കിലോ ഓഫീസറായി 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കുന്ന സർക്കിളിലെ പ്രാദേശിക ഭാഷയിൽ പ്രാവീണ്യമുണ്ടായിരിക്കണം. ശമ്പളം 36,000 മുതൽ 63,840 രൂപ വരെ. പ്രായം 21-നും 30-നും ഇടയിൽ. അർഹരായവർക്ക് നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കുന്നതാണ്. അപേക്ഷാ ഫീസ് 750 രൂപ. SC/ST വിഭാഗത്തിൽപ്പെട്ടവർ, ഭിന്നശേഷിക്കാർ എന്നിവർക്ക് ഫീസില്ല. ഓൺലൈൻ പരീക്ഷ, സ്ക്രീനിംഗ്, അഭിമുഖം എന്നിവയിലൂടെയാണ് തിരഞ്ഞെടുപ്പ്. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2023 ഡിസംബർ 12. വിജ്ഞാപനത്തിൻ്റെ വിശദാംശങ്ങൾക്കായി sbi.co.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ ജൂനിയർ ടെക്നീഷ്യൻ ട്രെയിനിയാകാൻ 10ാം ക്ലാസും ഇലക്ട്രീഷ്യൻ ട്രേഡിൽ ITIയും പാസ്സായ ഉദ്യോഗാർത്ഥികൾക്ക് അവസരം. നോർത്തേൺ, ഈസ്റ്റേൺ, നോർത്ത് ഈസ്റ്റേൺ, സദേൺ, വെസ്റ്റേൺ റീജിയണുകളിലായാണ് ഒഴിവുകളുള്ളത്. ഒഴിവുകൾ 203. പ്രായപരിധി 27 വയസ്സ്. SC/ST വിഭാഗക്കാർ, OBC വിഭാഗത്തിൽപ്പെട്ടവർ, ഭിന്നശേഷിക്കാർ, വിമുക്ത ഭടന്മാർ എന്നിവർക്ക് നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കും. അപേക്ഷാ ഫീസ് 200 രൂപയാണ്. SC/ST വിഭാഗത്തിൽപ്പെട്ടവർ, ഭിന്നശേഷിക്കാർ, വിമുക്ത ഭടന്മാർ എന്നിവർക്ക് ഫീസില്ല. 1 വർഷത്തെ പരിശീലന കാലയളവിൽ സ്റ്റൈപ്പൻഡായി ഓരോ മാസവും 18,500 രൂപ ലഭിക്കും. പരിശീലനം വിജയകരമായി പൂർത്തിയാക്കിയാൽ 21,500 മുതൽ 74,000 രൂപ സ്കെയിലിൽ ജൂനിയർ ടെക്നീഷ്യൻ തസ്തികയിൽ നിയമിക്കും. കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ, ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ, ട്രേഡ് ടെസ്റ്റ് എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ്. കേരളത്തിൽ കൊച്ചിയിൽ പരീക്ഷാ കേന്ദ്രമുണ്ടാകും. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2023 ഡിസംബർ 12. വിജ്ഞാപനത്തിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കുവാൻ ഉദ്യോഗാർത്ഥികൾ www.powergrid.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇതോടെ ഈ ആഴ്ചയിലെ തൊഴിലവസര വാർത്തകൾ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.